തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായ പല പ്രചാരണ മാർഗങ്ങളും സ്ഥാനാർത്ഥികൾ സ്വീകരിക്കാറുണ്ട്. തെരഞ്ഞെടുപ്പ് ബമ്പർ 2025 എന്ന പേരിൽ ലോട്ടറി ടിക്കറ്റിന്റെ രൂപത്തിൽ മിനി പ്രകടന പത്രിക പുറത്തിറക്കി വോട്ടർമാരെ കയ്യിലെടുക്കുകയാണ് കൊല്ലത്തെ ഒരു സ്ഥാനാർത്ഥി. ജില്ലാ പഞ്ചായത്ത് നെടുമ്പന ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഫൈസൽ കുളപ്പാടമാണ് പുതിയ ആശയം അവതരിപ്പിച്ചത്. ലിജോ റോളൻസിന്റെ റിപ്പോർട്ടിലേക്ക്. വികസനം വഴിമുട്ടിച്ചവരിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടണ്ടേ? നല്ല റോഡുകൾ വേണ്ടേ? നല്ല വെളിച്ചം വേണ്ടേ? ഇനിയും മടിച്ചു നിൽക്കണ്ട. നെടുമ്പനയുടെ ഭാഗ്യദേവത നിങ്ങളുടെ മുന്നിലിതാ ഫൈസലിന്റെ രൂപത്തിലെത്തിയിരിക്കുന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്തിലെ നെടുമ്പന ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഇത്തരത്തിലൊരു വ്യത്യസ്തമായ രീതിയിൽ പ്രചരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഫൈസൽ കുളപ്പാടമാണ്. വളരെ വ്യത്യസ്തമായ ഒരു ആശയമാണ് ഇത്തരത്തിൽ ലോട്ടറി എന്നുള്ള രീതിയിൽ നെടുമ്പനയെ ഒന്നാമതെത്തിക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു ആശയം? വികസന രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന നെടുമ്പന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനെ ഒന്നാമതെത്തിക്കുന്നത് ജനങ്ങളുടെ മുന്നിലേക്ക്, അവരുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിയുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയവുമായി വന്നിരിക്കുന്നത്. ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ ഒരു പിന്തുണയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. അവരുടെ ആവശ്യങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പറയും. ഈ ടിക്കറ്റിനകത്ത് നമ്മുടെ നമ്പർ ഉൾപ്പെടെ വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് നമ്പർ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത് മൊബൈൽ നമ്പറാണ്. അതിൽ വിളിച്ച് അവരുടെ ആവശ്യങ്ങൾ പറയും. നിരവധിയായിട്ടുള്ള വിഷയങ്ങളെ ബാധിക്കുന്ന വിഷയം, കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, റോഡുകളുടെ തകർച്ച സൂചിപ്പിക്കുന്ന വിഷയങ്ങൾ, ഇതെല്ലാം ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഒരു പരിഹാരം കാണുവാനും അത് ജനങ്ങളുടെ ഹൃദയത്തിൽ പെട്ടെന്ന് ആഴത്തിൽ പതിയുവാനും വേണ്ടിയാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രചരണ രീതിയുമായി മുന്നോട്ട് പോയിട്ട്. ഫൈസലിന്റെ പ്രചരണത്തിൽ കുണ്ട്ര MLA PC വിഷ്ണുനാഥ് കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇത്തരത്തിലൊരു ആശയം ആദ്യമായിട്ടായിരിക്കും. പലതരത്തിലുള്ള പ്രചരണ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ വന്നല്ലേ? ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നൂതനമായ ഒരു പ്രചാരണ പരിപാടിയായിട്ടാണ് ഈ ഫൈസൽ കുളപ്പാടത്തിന്റെ മാനിഫെസ്റ്റോ എന്ന് വേണമെങ്കിൽ പറയാം. ആ മാനിഫെസ്റ്റോ എന്ന രൂപത്തിൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ അതൊരു ക്ലീഷേ സാധാരണ ഇടപാടുമായി മാറുമായിരുന്നു. ഒറ്റ പേജിൽ അവതരിപ്പിച്ച ഒരു അതെ. അപ്പം പക്ഷെ മാനിഫെസ്റ്റോ അതിൻ്റെ പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇന്നലെ മുതൽ ഇതിന് നല്ല ജനങ്ങളുടെ സ്വീകാര്യതയാണ്. അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഒറ്റ ദിവസം കൊണ്ട് ജനങ്ങളിൽ എത്തിച്ചു. ഫൈസലിന് എല്ലാവിധ വിജയാശംസകളും. ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് ബമ്പർ എന്നുള്ള ഒരു നൂതന ആശയവുമായി ഈ വോട്ടർമാർക്കിടയിൽ ഇടയ്ക്ക് ഇറങ്ങുമ്പോൾ അവർക്കും അതൊരു വ്യത്യസ്ത അനുഭവമാണ്. ഇപ്പോൾ വാഹന പ്രചരണ ജാഥയൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും എത്രത്തോളം ഇതൊക്കെ വിജയിക്കുന്നു എന്നുള്ളത് 13-ാം തീയതി വരെ കാത്തിരുന്ന് നമുക്ക് കാണാം. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.